സർക്കാർ സ്കൂളുകളിലെ ഭഗവത്ഗീത ശ്ലോകം ചൊല്ലുന്നത് നിർബന്ധമാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി മുതൽ സർക്കാർ സ്കൂളുകളിൽ ഗീത മാത്രമേ ഉള്ളൂ, ഗീതയുടെ ശ്ലോകം. അവിടെ വേറെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരെ വന്നാലും കുഴപ്പമില്ല, ഗീത മതി. അതാണ് ഗീത മതി. ഇതാണ് നമ്മുടെ മോദിജി സ്വപ്നം കാണുന്ന, നമ്മുടെ സംഘികൾ മിത്രങ്ങൾ സ്വപ്നം കാണുന്ന രാമരാജ്യം. ഈ രാമരാജ്യത്ത് ഇത് മതി എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. ഏതായാലും ഇങ്ങനത്തെ വാർത്ത ഒന്നും നമ്മുടെ നാട്ടിലെ ഈ ഹാർപ്പിക്ക് തൊഴിലാളികളില്ലേ, അത് ഡിങ്കസ്ഥാനിലെ ഡിങ്കമത തൊഴിലാളികൾ ഉമ്മാർ കാണൂല. ഉമ്മാർ എന്താ വെച്ചിട്ട് കാണുക, ഇവന്മാർ ഇതൊക്കെ ഇവിടെ കാണും. ആ കാണുന്നതാണ് ഏറ്റവും രസമുള്ള പരിപാടികൾ. എന്താണ്, പ്രാർത്ഥിച്ചോളൂ മതം വേണ്ട, പണി വരുന്നുണ്ട് ഉണ്ടാക്കാം. സ്കൂളുകളിലെ മതത്തെ തൂക്കിയെറിഞ്ഞ് മന്ത്രി. പണി വരുന്നത് അങ്ങ് മേലെന്ന് താഴോട്ടാണ് എൻ്റെ പൊന്നാര ഹാർപ്പിക്കേ. സ്കൂളുകളിൽ മതത്തിൻ്റെതില്ലാന്നേ പറഞ്ഞിട്ടില്ല. അവിടെ മുസ്ലിങ്ങളെ എന്താ പറയുക, ഇത് വേണ്ട, പ്രാർത്ഥന വേണ്ട എന്നല്ല മന്ത്രി പറഞ്ഞു. അവിടുത്തെ ഒരു മതത്തിൻ്റെ പ്രാർത്ഥന വേണ്ട എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. കാരണം ന്യൂനപക്ഷം നടത്തുന്ന സ്കൂളുകൾക്ക് പ്രാർത്ഥന ആവാം എന്നും കൂടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളുകളുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രാർത്ഥന വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മതപ്രാർത്ഥന വെക്കാണ്ടിരിക്കുകയോ ചെയ്തോ. ഹിന്ദുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്തോ. അതല്ലാണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രത്യേകിച്ചൊരു മതപ്രാർത്ഥന വേണ്ടെന്നേ മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം കൂടെ ഈ പാവപ്പെട്ട മുസ്ലിമിൻ്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിടാൻ നാണം ഉണ്ടോടാ നിനക്ക്? മുസ്ലിങ്ങൾക്ക് കണ്ടവൻ്റെ ഇത് കൊണ്ടിടണ്ട. നീ കണ്ടവൻ്റെ എച്ചിൽ എത്ര വേണമെങ്കിലും നീ തിന്നോ, നീ കഴിച്ചോ, നീ നക്കി തുടച്ചോ. നീ കണ്ടവൻ്റെ എച്ചിലും കണ്ടവൻ്റെ ആസനവും നക്കി നീ പൈസ ഉണ്ടാക്കി, ഒരു കുഴപ്പമില്ല. ഇനി നിനക്ക് നിൻ്റെ ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെ ഇഷ്ടം. പക്ഷേ ഇതെല്ലാം കൂടെ മുസ്ലിങ്ങളെ തലയെ കൊണ്ടിടണ്ട. മുസ്ലിങ്ങൾ ഇവിടെ ഒന്നും പറയാൻ വന്നിട്ടില്ല. പക്ഷേ ഒരു സ്റ്റേറ്റിലെ മൊത്തം സ്ഥലത്ത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ശ്ലോകം മാത്രം മതി എന്ന് പറഞ്ഞത് കാണാൻ നീ കാണൂല. മനസ്സിലായോ? അതാണ് നീ അത് മാത്രമേ പറയുള്ളൂ. കക്കൂസിൽ വെച്ച് കക്കൂസ് ക്ലീൻ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ഹാർപ്പിക്കാണ് നീ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള പ്രത്യേകിച്ചുള്ള വില ഒന്നും നിനക്കില്ല എന്നുള്ളത് ഹാർപ്പിക്ക് നീ ആലോചിക്കാം. നമ്മളുടെ മന്ത്രി വി ശിവൻകുട്ടി ഫുൾ ഫോമിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതേപോലെ മതത്തിന് ഏതെങ്കിലും വിധേന ഇസ്ലാമിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പലതവണ അത് പിൻവലിക്കുന്ന ഒരാളായിരുന്നു. ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്കൂൾ സമയത്തിൻ്റെ കാര്യം, സെക്സ് എഡ്യൂക്കേഷൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സമസ്ത വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ സമസ്ത വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസ് അവർ കുറേശ്ശെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരും അത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അവരും ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ അവർക്ക് പുറത്തെടുക്കാൻ ധൈര്യം കിട്ടിയപ്പോൾ അവർ പച്ചയ്ക്ക് വന്നിട്ട് അതൊക്കെ നേരിട്ട് അതിന് ഒബ്ജക്ഷൻ അറിയിക്കുന്ന അവസ്ഥയ്ക്ക് വരികയാണ്. സെക്സ് എഡ്യൂക്കേഷൻ പാടില്ല, യൂണിഫോം വിവാദം വരുന്നു, അങ്ങനെ ഓരോ വിഷയത്തിലേക്കും വരികയാണ്. അപ്പോൾ അങ്ങനെ വന്ന് കുറേ കാലമൊക്കെ അതിന് വഴിപ്പെട്ട് അതിൽ അടിമപ്പെട്ട് അതിന് വഴങ്ങുന്ന ആളുകളായിട്ട് ഒരു ചീത്തപ്പേര് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന സമയത്താണ് ഈ സൂംബ വിവാദം വരുന്നതും. അതിൽ വളരെ ക്രിയാത്മകമായിട്ട് സമൂഹം ഇടപെട്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ സർക്കാർ ധൈര്യപൂർവ്വം ഒരു സംഗതി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, ഇത് രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങളാണ് സിസ്റ്റം, നിങ്ങളാണ് ഈ രാഷ്ട്രീയം. നിങ്ങൾ വിചാരിച്ചാൽ രാഷ്ട്രീയക്കാർ മാറും, നിങ്ങൾ വിചാരിച്ചാൽ സിസ്റ്റം മാറും എന്നുള്ളത് ജനങ്ങളാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾ മാറാതെ, ജനങ്ങൾ ആവശ്യപ്പെടാതെ, ജനങ്ങളുടെ ബോധം വരാതെ രാഷ്ട്രീയക്കാർ മാറില്ല. കാരണം ഇത് അന്യഗ്രഹ ജീവികളല്ല. കണ്ടില്ലേ, ഇവൻ ഇത്രയൊക്കെ ബോധ വിവരമുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാജ്യത്തെ ഇത്രയും വലിയ ഒരു മതത്തിന് വേണ്ടി മാത്രം ശ്ലോകം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിട്ട് അതേതായാലും എൻ്റെ ഹാർപ്പിക്ക് കുട്ടൻ കണ്ടിട്ടില്ല. ഹാർപ്പിക്ക് കുട്ടൻ കണ്ടത് പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയും പ്രാർത്ഥന വേണ്ട കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞത്, അത് ഒരു മതത്തിൻ്റെ തലയിൽ ഇടാൻ ഈ ഹാർപ്പിക്ക് കാണിക്കുന്ന ഈ കാട്ടബുദ്ധി ഉണ്ടല്ലോ, അല്ലാത്ത. ഏതായാലും ഈ കാട്ടബുദ്ധി കണ്ട് ചിരിക്കാനും കൈയടിക്കാനും നിനക്ക് വേണ്ടിയിട്ട് സ്തുതി പാടാനും ഒരു കൂട്ടം സംഖ്യകൾ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും. അവസാനത്തെ സംഖ്യകളുടെ ഇപ്പം മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഒക്കെ ഈ നെഞ്ചത്തടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ആണി അടിക്കുന്നത്, അതിൻ്റെ അവസാനത്തെ ആണി എൻ്റെ പൊന്നെ ഹാർപ്പിക്കുക നിൻ്റെ മണ്ടക്കായിരിക്കും. അധികം വൈകാതെ തന്നെ അത് വരും, കാത്തിരുന്നു.